പ്രിയപ്പെട്ടവരെ, റേക്കി ചികിത്സയിൽ ഊർജ്ജ കൈമാറ്റം നടത്തപ്പെടുന്നത് ചക്രകളിലൂടെ ആണല്ലോ. ഈ ചക്രകളുമായി ബന്ധപ്പെട്ട് 7 ഓറകൾ നമ്മുടെ ശരീരത്തിനു ചുറ്റുമുണ്ട്. ചക്രകളെ പോലെ തന്നെ പ്രധാനപ്പെട്ടവയാണ് ഓറകളും. ഓറകൾ നമ്മുടെ ശരീരത്തിനു ചുറ്റും ആയി 4-5 അടി വരെ വ്യാപിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഓറ എന്താണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അവയുടെ പ്രത്യേകതകളും പഠിക്കുന്നു. തുടർന്ന് ഓറകളെ ശുദ്ധീകരിക്കുന്ന മെഡിറ്റേഷനും ഈ വീഡിയോയിൽ നൽകുന്നതാണ്. ഓറകൾ ശുദ്ധീകരിക്കുന്നത് വഴി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിവിധ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ നമുക്ക് സാധിക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഓറ മെഡിറ്റേഷനിലേക്ക് കടക്കുന്നതിനു മുന്നേ അതിൻ്റെ മുഴുവൻ ബലവും ലഭിക്കുന്നതിനായി ഓറ ക്ലെൻസിംഗ് എന്ന് കമൻറ്റ് ചെയ്ത് മെഡിറ്റേഷൻ തുടങ്ങാൻ ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. മനുഷ്യ ശരീരത്തെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, ആത്മീയ ശരീരം, വൈകാരിക ശരീരം എന്നിങ്ങനെ വിഭജിക്കാം. സ്ഥൂല ശരീരം നമ്മുടെ ബാഹ്യരൂപവും, സൂക്ഷ്മ ശരീരം മനസ്സ്, ബുദ്ധി എന്നിവയും, ആത്മീയ ശരീരം ആത്മാവും, വൈകാരിക ശരീരം വികാരങ്ങളുമാണ്. റേക്കി എനർജി സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി 7 ചക്രകളും 7 ഓറകളും ഉണ്ട്. ഇവയാണ് ഊർജം സ്വീകരിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അയക്കുന്നത്. സൂക്ഷ്മ ശരീരം നമുക്ക് ദൃശ്യമല്ല. എന്നാൽ ചക്രകളെ കൂടാതെ നമ്മുടെ ശരീരത്തിനു ചുറ്റുമായി ഒരു കവചം പോലെ കാണുന്ന 7 ഊർജ്ജപാളികൾ കൂടിയുണ്ട്. ഇവയാണ് ഓറകൾ. 7 പ്രധാന ചക്രകളുടെയും ബാഹ്യമുഖം ഓറകളിലേക്ക് തുറന്നിരിക്കുന്നു. ഇതിനെ ശരീരത്തിനു ചുറ്റുമുള്ള ഒരു കാന്തിക പ്രഭാവലയമായി കണക്കാക്കാം. 7 പാളികളുള്ള ഈ ഓറ ശരീരത്തിനു ചുറ്റും ആയി 4 അടി വരെ പൊതിഞ്ഞു കിടക്കുന്നു. തല മുതൽ പാദം വരെ ഇവ പൊതിഞ്ഞിരിക്കുന്നു. ഇതിനെ നമ്മുടെ പ്രതിരോധ കവചമായി കരുതാം. ഈ 7 പാളികളിലൂടെയും ഊർജം ഒഴുകുന്നുണ്ട്. ഓരോ പാളിയും ഓരോ ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ചക്രകൾ പോലെ തന്നെ ഓറയുടെ ഓരോ പാളിക്കും വ്യത്യസ്ത ധർമ്മങ്ങൾ ആണ് ഉള്ളത്. ആദ്യത്തെ പാളി ഫിസിക്കൽ ഓറ എന്ന് അറിയപ്പെടുന്നു. ശാരീരിക ആരോഗ്യത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയും കണ്ണാടിയാണ് ഇത്. നീലനിറമാണ് ഇതിന്. ഇത് സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പാളി എതിരിക് ഓറ എന്ന് അറിയപ്പെടുന്നു. ഇത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഓറയിലെ ഊർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നു. മൂന്നാമത്തെ പാളിയാണ് ഇമോഷണൽ ഓറ. മഞ്ഞ നിറത്തിലാണ് ഈ പാളി കാണപ്പെടുന്നത്. കരുണ, ആർദ്രത, സ്നേഹം തുടങ്ങിയ വികാരങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നു. ബുദ്ധിപരമായ വ്യാപാരങ്ങളും ഓർമ്മശക്തിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പാളിയാണ് മെന്റൽ ഓറ. ഇതിന്റെ നിറം റോസ് ആണ്. ഇത് നമ്മുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ഇടപെടലുകളും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ വഴി നാം എല്ലാവരെയും സ്നേഹിക്കുന്നു. അടുത്തത് ഇമാജിനൽ ഓറയാണ്. ഇത് മറ്റു പാളികളെ കൂടി യോജിപ്പിച്ച് പ്രവർത്തിക്കുന്നു. ഈ ഓറ സ്വയം ബോധം, വിജയം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് സ്പിരിച്വൽ ഓറയാണ്. ഇത് ആദ്യാചക്രമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പാളി ബാലൻസ് ചെയ്യുമ്പോൾ ആധ്യാത്മികത വർദ്ധിക്കുന്നു. ദൈവിക ഊർജമാണ് ഈ പാളിയിലൂടെ പ്രസരിക്കുന്നത്. എല്ലാ വസ്തുക്കളെയും തഴുകുന്ന സ്നേഹം ആണിത്. ഈ ഓറ ദിവ്യമായ സ്നേഹത്തിന്റെ ഇരിപ്പിടമാണ്. ഏറ്റവും അവസാനത്തെ പാളിയാണ് ആർക്കിപിഡിക്കൽ ഓറ, അല്ലെങ്കിൽ ഡിവൈൻ ബോഡി. ഈ പാളി ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യം ചൂണ്ടിക്കാണിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതവും പ്രവർത്തികളും ഈ പാളിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് സഹസ്രാര ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓറയിലെ 7 പാളികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അവ മനുഷ്യന്റെ വികാര തലങ്ങളിലും പെരുമാറ്റത്തിലും ആരോഗ്യത്തിലും സ്വാധീനം ചെലുത്തുന്നു. ഓരോരുത്തരുടെയും ഓറകളുടെ നിറം വ്യത്യസ്തം ആയിരിക്കും. ആധുനിക കാലത്ത് കിർലിയൻ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് ഓറയെ കാണാനും അവയുടെ നിറവും ഘടനയും മനസ്സിലാക്കാനും സാധിക്കും. ഇങ്ങനെ മനസ്സിലാക്കി ഓറയുടെ നിറത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ റേക്കി ഊർജം നൽകി പരിഹരിക്കാവുന്നതാണ്. ഇതിന് നമ്മൾ ഓറ ഹീലിംഗ് മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നു. ഒരു വ്യക്തിയുടെ ഓറ മലിനമായി ഇരിക്കുന്ന അവസ്ഥയിൽ അത് കാണപ്പെടുന്നത് ഈ രൂപത്തിലായിരിക്കും.
എന്നാൽ ഓറ ക്ലെൻസിംഗ് നടത്തി കഴിയുമ്പോൾ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുന്നു. വാസ്തവത്തിൽ ഓറ ഹീലിംഗ് എന്നാൽ ഓറ ക്ലെൻസിംഗ് തന്നെയാണ്. ആരോഗ്യപരമായും സാമ്പത്തികമായും മാനസികമായും ഭൗതികമായും ഉള്ള പ്രശ്നങ്ങൾ ഓറ ഹീലിംഗ് നടത്തി പരിഹരിക്കാം. ഏത് പ്രശ്നമാണോ നമ്മെ കൂടുതലായി അലട്ടുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓറയിലെ ഊർജ്ജ വ്യതിയാനം ആണ് പരിഹരിക്കേണ്ടത്. ഊർജ്ജം കുറഞ്ഞാലും കൂടിയാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനാൽ ഊർജ്ജം ബാലൻസ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം മെഡിറ്റേഷൻ ആണ്. ഇനി നമുക്ക് ഓറ മെഡിറ്റേഷനിലേക്ക് കടക്കാം. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തേതിൽ ഏറ്റവും അവസാനത്തെ പാളിയിൽ നിന്നാണ് തുടക്കം. ഇതാണ് പരമ്പരാഗത രീതി. എന്നാൽ ഇപ്പോൾ ശരീരത്തോട് ഏറ്റവും അടുത്ത പാളിയിൽ തുടങ്ങിയുള്ള മെഡിറ്റേഷനാണ് കൂടുതൽ പ്രചാരം. ഞാൻ ഇവിടെ നൽകുന്നത് 2ാമത്തെ രീതിയാണ്. നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം. സ്വസ്ഥമായി ഇരിക്കുക. സ്വയം ഓറ ക്ലീനിംഗ് നടത്തുന്ന രീതിയാണ് ഇന്ന് നൽകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഉള്ള ഓറയുടെ വ്യക്തമായ ഒരു ചിത്രം കൊണ്ടുവരിക. ഓറയെക്കുറിച്ച് അറിയില്ലാത്തവർ വീഡിയോയിൽ ഞാൻ നൽകുന്ന ചിത്രത്തിലേക്ക് നോക്കി ആ ചിത്രം മനസ്സിലേക്ക് ഒന്ന് പകർത്തുക. ഇനി നിങ്ങളുടെ ശരീരത്തിന് അടുത്തുകൂടി കൈപ്പത്തി നിരക്കി നീക്കുക. ശരീരത്തിൽ മുട്ടരുത്. ഇങ്ങനെ ഓറയെ സ്കാൻ ചെയ്യുക. ഈ സ്കാനിംഗിലൂടെ ഓറയിലും ചക്രകളിലും ഉള്ള ഊർജ്ജ തടസ്സങ്ങൾ മനസ്സിലാക്കുക. അവ നെഗറ്റീവ് ഊർജ്ജങ്ങൾ ആണ്. ഇനി 3 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. മറ്റ് ശബ്ദശല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മുൻകരുതലുകൾ എടുത്തിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഈ ശ്വാസം മൂക്കിൽ കൂടി എടുത്ത് വായിൽ കൂടി പുറത്തുവിടണം. ശ്വാസം പുറത്തേക്ക് വിടുക. ശരീരം അയച്ചിടുക. പിരിമുറുക്കങ്ങൾ ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോകാൻ അനുവദിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഉള്ള ഓറയിലാണ്. നിങ്ങളുടെ ശരീരത്തോട് ഏറ്റവും അടുത്ത എതിരിക്ക് ഓറ നീല നിറത്തിൽ മനസ്സിൽ കാണുക. ഈ നീല നിറം ഏകദേശം 2 ഇഞ്ച് വരെ പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇത് ഒരു സംരക്ഷണ കവചം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ് ഈ ഓറ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശുദ്ധമായ വെളുത്ത പ്രകാശം ഈ ഓറയിലേക്ക് കടന്നുവരുന്നു. അപ്പോൾ ഈ ഓറയിലെ എല്ലാ നെഗറ്റീവ് എനർജികളും പുറത്തേക്ക് പോകുന്നു. ഓറ നല്ല തെളിച്ചമുള്ളതായി മാറുന്നു. അതിന്റെ നീല നിറത്തിലുള്ള എല്ലാ കറുത്ത പൊട്ടുകളും മാറി അത് കൂടുതൽ തിളങ്ങുന്നു. ഈ ഓറയിൽ ശക്തമായ പോസിറ്റീവ് ഊർജ്ജം നിറയുന്നു. അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധ ഇമോഷണൽ ഓറയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ആയി 3 മുതൽ 5 ഇഞ്ച് വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക. ഈ ഓറ നിങ്ങളുടെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും മാനസിക അവസ്ഥകളെയും പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റീവ് വികാരങ്ങളും ദുരാഗ്രഹങ്ങളും പുറത്തേക്ക് പോകുന്നു.
ഇളം പച്ച, പിങ്ക് എന്നീ നിറങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ ഓറ നിറയുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു ശാന്തത അനുഭവപ്പെടുന്നു. അടുത്തത് മഞ്ഞ നിറത്തിൽ കാണുന്ന നിങ്ങളുടെ മെന്റൽ ഓറയാണ്. ഈ ഓറ നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു ദീർഘശ്വാസം എടുക്കുക. അതോടൊപ്പം മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന പോസിറ്റീവ് ചിന്തകൾ ഉള്ളിലേക്ക് വരുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. മനസ്സിലുള്ള എല്ലാ ആശങ്കകളും നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളും പുറത്തേക്ക് പോകുന്നതായി സങ്കൽപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ ഉള്ള ശേഷി ലഭിക്കുന്നു. അടുത്തതായി സ്നേഹം, ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആസ്ട്രൽ ഓറയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഇത് ശരീരത്തിൽ നിന്ന് ഒരടി വരെ ദൂരത്തിൽ ആണ് ഉള്ളത്. ഈ ഓറ നിങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ തലങ്ങളെ യോജിപ്പിക്കുന്നു. ഈ ഓറ പച്ചയും പിങ്കും നിറങ്ങളുടെ മനോഹരമായ ഒഴുകുന്ന ഒരു വലയമാണ്. ഇപ്പോൾ ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ സാർവത്രിക സ്നേഹവും സഹാനുഭൂതിയും നിറയുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. അതോടൊപ്പം ഭയം, വെറുപ്പ്, വിദ്വേഷം അല്ലെങ്കിൽ വേർപാടിന്റെ വേദന ഇവയൊക്കെ പുറത്തേക്ക് വിടുക. സ്നേഹത്തിന്റെ അനുഭവം അഗാധമായി ഉൾക്കൊള്ളുക. അടുത്തത് അഞ്ചാമത്തെ പാളിയായ എതറിക് ടെംപ്ലേറ്റ് ഓറയാണ്. ഇത് ശരീരത്തിനു ചുറ്റും 2 അടി വരെ വ്യാപിച്ചിരിക്കുന്നു. ഈ ഓറ നിങ്ങളുടെ ജീവിത ലക്ഷ്യം സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിനു ചുറ്റുമുള്ള ഈ പാളിയിലേക്ക് കൊണ്ടുവരിക. ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തോട് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു ദിവ്യപ്രകാശം ശ്വാസത്തോടൊപ്പം ഉള്ളിലേക്ക് കടന്നുവരുന്നു. അത് ഓറയുടെ ഈ പാളിയിലെ എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും നീക്കി അതിനെ നല്ല തിളക്കമുള്ള ഒരു പ്രകാശവലയമാക്കി മാറ്റുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും ഇതോടൊപ്പം പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിത ഉദ്ദേശ്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. അതിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവാൻ തുടങ്ങുന്നു. ഇനി ആറാമത്തെ പാളിയായ സെലസ്റ്റിയൽ ഓറയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഏകദേശം 3-4 അടി വരെ അകലത്തിൽ ഇത് ശരീരത്തിന് മറ്റും വ്യാപിച്ചിരിക്കുന്നു. ഇത് ആത്മീയ ആനന്ദത്തിലേക്കുള്ള ഒരു വാതിൽ ആണ്. ഈ ഓറ ആണ് നമ്മെ പ്രപഞ്ച ശക്തിയിലേക്ക് അടുപ്പിക്കുന്നത്. ഈ പാളിയിൽ നിന്നും സ്വർണ്ണവർണ്ണത്തിൽ അഗാധമായ ദൈവസ്നേഹം ചുറ്റും പ്രചരിക്കുന്നതായി മനസ്സിൽ കാണുക. തുടർന്ന് ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസത്തോടൊപ്പം ദിവ്യമായ സ്നേഹവും അഗാധമായ അറിവും നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുവരുന്നു. ഈ സ്നേഹം നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും ഒരു ദിവ്യത്വം അനുഭവപ്പെടുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. ദൈവിക സ്നേഹവും അറിവും കടന്നുവരുന്നതിന് തടസ്സമായി നിങ്ങളുടെ ഓറയിൽ ഉള്ള എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളും ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നു. അടുത്തതായി അവസാനത്തെ പാളിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ശരീരത്തിന് ചുറ്റും
ചുറ്റും ആയി 4-5 അടി വരെ അകലത്തിൽ കാണപ്പെടുന്ന ഈ പാളി ഓറയുടെ ഏറ്റവും പുറത്തെ പാളിയാണ്. ഈ പാളി പ്രപഞ്ചത്തെയും ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ പാളി തിളക്കമുള്ളതും സ്വർണ്ണവർണ്ണത്തിൽ ഉള്ളതുമായി മനസ്സിൽ ദർശിക്കുക. ഈ പാളി മറ്റെല്ലാ പാളികളെയും ഉൾക്കൊള്ളുന്നു. ഈ പാളിയിൽ നിന്ന് പൂർണ്ണതയും ഐക്യവും ആണ് പുറത്തേക്ക് പ്രസരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും ആയി നിങ്ങൾ ഇപ്പോൾ ഐക്യപ്പെടുന്നു. മനസ്സിൽ വെറുപ്പ്, വിദ്വേഷം ഇവ തീരെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. അതിരുകൾ ഇല്ലാത്ത സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. ഇതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഒറ്റപ്പെടലിന്റെ തോന്നലുകൾ എല്ലാം പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ആയി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തി, സമാധാനം ഇവയാൽ നിറയുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ ഓറയും 7 തലങ്ങളിലും ഊർജ്ജസ്വലമായിട്ടുണ്ട്. ഇത് അനുഭവിക്കുക. നിങ്ങളുടെ ഊർജ്ജമണ്ഡലം ശക്തമായതായി നിങ്ങൾക്ക് തോന്നുന്നു. അത് ഇപ്പോൾ നന്നായി തിളങ്ങുന്നതായി നിങ്ങൾക്ക് മനസ്സിൽ കാണാം. ഇനി 3 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. കൈയിലെയും കാലിലെയും വിരലുകൾ ചലിപ്പിക്കുക. ഈ പുതുക്കിയ ഊർജം കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുക. കൈകൾ കൂട്ടി തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. മെല്ലെ കണ്ണുകൾ തുറക്കുക. ദൈവത്തിന് നന്ദി പറയുക. മെഡിറ്റേഷൻ അവസാനിച്ചു. ഈ മെഡിറ്റേഷൻ വളരെ ഫലപ്രദമാണ്. ഇത് ദിവസവും ചെയ്താൽ ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അത്ഭുതങ്ങൾ തന്നെ ആയിരിക്കും. എൻ്റെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ തുടങ്ങിയതോടെ ആത്മീയമായി വളരാൻ എനിക്ക് വളരെ അധികം സാധിച്ചു. അതിനാൽ നിങ്ങൾക്കും ഞാൻ ഇത് ശുപാർശ ചെയ്യുന്നു. മനസ്സിൽ സന്തോഷമുണ്ടായാൽ മറ്റെല്ലാം തനിയെ ഉണ്ടാവും. ഉറപ്പ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഓർക്കുക. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.